ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഗ്ലാസ് ക്യാൻഡിലാണ്. ഗ്ലാസ് ക്യാൻഡിലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മൾ കത്രിക എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സാധനമായിട്ട് മെഴുകുതിരി എടുത്തിട്ടുണ്ട്. മെഴുകുതിരി 5 വരുന്നത്, അല്ല 6 നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇച്ചിരി ചന്ദനത്തിരി എടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി സ്മെല്ല് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചന്ദനത്തിരി എടുത്തേക്കുന്നത്. പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അത് ഈ മെഴുകുതിരിയുടെ തിരി ഉണ്ടല്ലോ, ആ തിരിയാണെങ്കിൽ നേരെ കറക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റിക്ക് എടുത്തേക്കുന്നത്. സ്റ്റിക്കിന്റെ നടുക്കൊരു ഹോൾ ഉണ്ട്, എന്നിട്ട് അതിൻ്റെ അകത്ത് തിരി വയ്ക്കും. പിന്നെ നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇച്ചിരി കളറിന് വേണ്ടി ക്രയോൺ കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്രയോൺസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ബ്ലൂ, ഗ്രീൻ, യെല്ലോ, റെഡ്, ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ബ്ലൂ ആണ്. പിന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. മെഴുകുതിരി ഒഴിക്കാനാണ് ഈ പാത്രം. അത് ക്യാൻഡിൽ നമുക്ക് ഈ പാത്രത്തിലോട്ട് പൊട്ടിച്ചിടാം. ഈ പൊട്ടിച്ചിടുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന്റെ തിരി ഒന്ന് മാറ്റി വെക്കണം. അത് ഒതുങ്ങി പോകാൻ പാടില്ലേ. എൻ്റെത് ഇച്ചിരി കുറച്ചൊക്കെ ഒടിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. ഒരെണ്ണം ഒടിഞ്ഞു പോകാൻ സൂക്ഷിച്ചെടുത്തിട്ടുണ്ട്. താഴെ ഇച്ചിരി മെഴുകുതിരി ഒന്ന് വെക്കണം. പിന്നെ നമ്മളാണെങ്കിൽ ഈ ഐസ്ക്രീം സ്റ്റിക്ക് നടുക്കൊരു ഹോൾ ഇട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് കയറ്റണം. കയറ്റിട്ട് ഗ്ലാസ്സിൽ ഇങ്ങനെ വെക്കണം. അപ്പൊ കറക്റ്റ് നടുക്ക് തന്നെ തിരി വരും. കണ്ടില്ലേ കറക്റ്റ് നടുക്ക് വന്നത്. ഇപ്പൊ വെച്ചേക്കുന്ന കറക്റ്റ് സെന്ററിലാണ്. നമുക്ക് ഈ മെഴുകുതിരിയൊക്കെ പോയി നമുക്ക് ഒരുക്കിട്ട് വരാവേ. മെഴുകുതിരി ഇച്ചിരി ഒന്ന് മെൽറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി ക്രയോൺസ് ഇട്ടെടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം. ലാസ്റ്റ് ഇച്ചിരി വേസ്റ്റ് ഒക്കെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വന്നെടുക്കും. അതൊക്കെ ഒന്ന് നീക്കം ചെയ്യണം. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചന്ദനത്തിരിയാണ്. കണ്ടില്ലേ ഇഷ്ടംപോലെ വേസ്റ്റ് ഒക്കെ വന്നായിരുന്നു, അതൊക്കെ മാറ്റി. നമ്മൾ ഗ്ലാസ്സിലാണെങ്കിൽ വെള്ളം വെച്ചൊന്നും ഞാൻ വൈപ്പ് ചെയ്തായിരുന്നു. ചിലപ്പം ഇത് ക്രാക്ക് വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ചന്ദനത്തിരിയെക്കാട്ടിയും നല്ലത് പെർഫ്യൂംസും എല്ലാം ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെത് അത്രയ്ക്ക് സക്സസ്ഫുൾ ആയില്ല. കുറെ തരികളൊക്കെ കാണും ചന്ദനത്തിരി വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ഇച്ചിരി ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലിറ്ററൊക്കെ ഞാൻ ആഡ് ചെയ്തായിരുന്നു. ഇത് ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ആവശ്യം നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. ഇനി ആവശ്യം ഞാനും കൂടെ ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് വളരെ എക്സൈറ്റ്മെന്റിലാണ്. ഞാൻ ഈ കത്തിക്കുന്ന ഈ കൊച്ചു ക്യാൻഡിലും നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഒരു നമ്മുടെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെയിന്റിന്റെ ബോട്ടിൽ വെച്ചാണ് ഞാനും ആ കൊച്ചു ക്യാൻഡിൽ ഉണ്ടാക്കിയത്. നിങ്ങൾ ഈ ക്യാൻഡിൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ പാരൻസിന്റെ ഹെൽപ്പോടെ വേണം ചെയ്യാൻ. നിങ്ങൾക്ക് നമ്മുടെ ക്യാൻഡിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.